ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റതല്ല, തോൽപ്പിച്ചതാണ്. അവിടെ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് 25 ലക്ഷം കള്ള വോട്ടുകളാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. ഒരാൾക്ക് 10 ബൂത്തുകളിലായി 22 വോട്ടുണ്ടെന്നും വോട്ടർ പട്ടിക തെളിവായി ചൂണ്ടിക്കാട്ടി രാഹുൽ പറഞ്ഞു. എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണ്. ബ്രസീലിയൻ മോഡലിന് ഹരിയാന ഇലക്ഷനിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി മാത്യൂസ് ഫെററോ എന്നു പേരുള്ള ബ്രസീലിയൻ യുവതിയുടെ ഫോട്ടോയും പുറത്തുവിട്ടിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടിംഗ് നടക്കാനിരിക്കെയാണ് വോട്ട് കൊള്ള ആരോപണത്തിൽ ആറ്റം ബോംബിന് പിന്നാലെ എച്ച് ഫയൽസ് എന്ന പേരിൽ ഹൈഡ്രജൻ ബോംബും രാഹുൽ പൊട്ടിച്ചിരിക്കുന്നത്. ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം 100 വോട്ടുകളാണുള്ളത്. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് 2 പോളിംഗ് ബൂത്തിൽ മാത്രം 223 വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ഹരിയാനയിൽ ആകെ 2 കോടി വോട്ടർമാരാണുള്ളത്. ഇവിടെ 25 ലക്ഷം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു. അതായത് സംസ്ഥാനത്തെ 8-1 കള്ളവോട്ടാണെന്നും രാഹുൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഹരിയാനയിൽ റീപോളിംഗ് എന്ന ആവശ്യം കൂടി ശക്തമാവുകയാണ്. തെളിവുകൾ സുപ്രീം കോടതിക്ക് കൈമാറുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് സംശയം ഉന്നയിച്ചതാണ്. ഹരിയാനയിലെ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞവരിൽ BJP പോലുമുണ്ട്. അത്രമാത്രം അനുകൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് തകർന്ന് അടിഞ്ഞത്. എന്തായാലും തോൽവി അത്ര വേഗം എഴുതി തള്ളില്ലെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. അന്ന് തന്നെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ ഗാന്ധി അറിയിച്ചതാണ്. ഹരിയാനയിലെ അപ്രതീക്ഷിത തിരിച്ചടി പരിശോധിച്ചു വരികയാണെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. ഹരിയാനയിലെ ഫലം വന്നതിന് പിന്നാലെ വോട്ടെണ്ണൽ യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും ആരോപിച്ചിരുന്നു. പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഹരിയാനയിലെ തിരിച്ചടി കോൺഗ്രസിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വല്ലാതെ ഉലച്ചു കളഞ്ഞതാണ്. അത്രമാത്രം വൈകാരികമായിട്ടാണ് അന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. തോൽവി അംഗീകരിക്കാനുള്ള മനസ്സ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഹരിയാന 5 സിറ്റിംഗ് സീറ്റുകളാണ് BJPയിൽ നിന്ന് പിടിച്ചെടുത്ത് കോൺഗ്രസിന് നൽകിയത്. അതേ തിരിച്ചടി വീണ്ടും BJPക്ക് ലഭിക്കുമെന്ന ചിന്തയിൽ ഇറങ്ങിയ കോൺഗ്രസ് പക്ഷേ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. അതിനു പിന്നിലുള്ള ഉള്ളറകൾ തേടി രാഹുൽ ഗാന്ധി ഹരിയാനയിൽ നടത്തിയ യാത്രയാണ് ഇപ്പോൾ ഫലം കാണുന്നത്. ഹരിയാനയിൽ ഭൂരിപക്ഷം കർഷകരാണ്. ഈ കർഷകരെ ചതിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഉണ്ടായത്. ഇതിനു പുറമെ ഗുസ്തി താരങ്ങളുമായി കേന്ദ്ര സർക്കാർ തുറന്ന പോരിന് ഇറങ്ങി തിരിച്ചതും ഹരിയാനയിൽ തിരിച്ചടിയാകുമെന്ന് BJP ഭയന്നതാണ്. എന്നാൽ അതും സംഭവിച്ചില്ല. സമീപകാലത്ത് BJP ഏറ്റവും അധികം തിരിച്ചടി ലഭിച്ച സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 5 സിറ്റിംഗ് സീറ്റുകളാണ് BJPയെ കൈവിട്ടത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിച്ചില്ലെന്നും മാത്രമല്ല, BJPയെ പോലും ഞെട്ടിച്ച ഫലമാണ് ഹരിയാനയിൽ സംഭവിച്ചത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിയത്.